നിങ്ങൾ രണ്ടാളും ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു ട്രാവൽ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ ഈ ഒരു ചാനലിൽ ട്രാവൽ വ്ളോഗെല്ലാം വളരെ കുറവാണ്. ഹസ്ബൻഡ് വന്നതിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ പോകാൻ തുടങ്ങിയത്. അപ്പോൾ ഞാനിപ്പം വന്നിട്ടുള്ളത് ഒരു ജസ്റ്റ് നിങ്ങൾക്ക് ഏരക്കുണ്ടെന്ന് പറഞ്ഞാൽ ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു നല്ലൊരു ഭംഗി കാണിച്ചു തരാനാണ്. ഞാൻ ആദ്യമായിട്ടാണ് പോയത്. ഇതൊക്കെ എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്തതായിരിക്കാം, പക്ഷേ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. എനിക്കിങ്ങനത്തെ എന്താ പറയുക നാച്ചുറൽ ആയിട്ടുള്ള സ്ഥലത്ത് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. പണ്ടേ ഇഷ്ടമാണ് കേട്ടോ. 6ാം ക്ലാസ്സിനകത്തും പോയതാണ് ഒരു വെള്ളച്ചാട്ടത്തിന്. ഇപ്പം എത്ര വയസ്സായി, എത്രയായി എന്നറിയാം പോയിട്ട്. നമ്മൾ ഹസ്ബൻഡിൻ്റെ കസിനും ഏട്ടനും ഏട്ടത്തിയും ഒക്കെ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ നല്ല ചില്ലായിട്ടാണ്, പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണ്. അതായത് ഇന്ന ഡേറ്റിന് പോവാം അങ്ങനെയൊന്നുമല്ല, ഒരു രാത്രി കൊണ്ട് പ്ലാൻ ചെയ്തത്. അത്രയും വലിയൊരു എന്താ പറയുക സ്ഥലത്തേക്കൊന്നും അല്ലെങ്കിലും നമുക്കൊരു മൈൻഡിന് നല്ലൊരു കൂൾ ആൻഡ് റിഫ്രഷ് കിട്ടുന്നൊരു സ്ഥലമാണ് ഏരക്കുണ്ട്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കാടും ഈ പ്രകൃതി, ഈ കിളികളുടെ കളകളാരവം, അങ്ങനത്തെ സ്ഥലമെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളങ്ങനെ ആ സ്ഥലത്തെത്തി ഗൈസ്. അടിപൊളി പ്ലേസ് ആണ്. അതിൻ്റെ എത്തുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു സൈഡിൽ കൂടെ തന്നെ മനസ്സിലാകുന്നുണ്ട്, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ കുറച്ച് പേരും കാറിലും ഏട്ടന്മാർ ബൈക്കിലുമാണ് വന്നത്. അപ്പം അവിടെ എത്തിയപ്പോഴാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. സാവി കുറച്ച് സമയം ഉറങ്ങിപ്പോയി. മോനുള്ളതുകൊണ്ട് എങ്ങനെ ഈ ട്രിപ്പ് ഏത് രീതിയിൽ പോകുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടമുള്ള ഒരു പ്ലേസ് ആയതുകൊണ്ട് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു പോകുമ്പോൾ. അപ്പോൾ നമ്മളവിടെ പോയപ്പോൾ ഒരു ഗൈഡ് ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെയാണ് ഇവിടെ, ഇങ്ങനെ ഫുഡുണ്ട്, ഇവിടെ ഇങ്ങനെ എന്താ പറയുക റൂട്ട് ഇങ്ങനെയൊക്കെയാണെന്ന് ജസ്റ്റ് പറഞ്ഞാൽ മതി. നമ്മൾ പിന്നെ കാറിൽ പോയി നമ്മൾ ജസ്റ്റ് എന്താ പറയുക നിക്കറൊക്കെ ഇട്ടിട്ട് വന്നു. എന്തായാലും വെള്ളച്ചാട്ടത്തിലൊക്കെ പോകുമ്പോൾ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണമല്ലോ. ജീൻസ് പാൻറ്റൊന്നും ഇട്ടിട്ടൊന്നും വെള്ളച്ചാട്ടമൊന്നും ഒരിക്കലും ഒരു രസം ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് വേഷമൊക്കെ മാറി പിന്നെ അവിടുന്ന് അതായത് 300 രൂപേൻ്റെ ഒരു ജീപ്പ്, അത് ഓഫ് റോഡ് എന്നാണ് പറഞ്ഞത്. ഓഫ് റോഡ് പോലെയൊന്നും തോന്നിയില്ല, ഓഫ് റോഡായി കുറച്ച് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും. നല്ല രീതിയിൽ ക്യാമറ ഷേക്കാകുന്നുണ്ട്. നമ്മളവിടെ ഇരുന്നതേ ഓർമ്മയുണ്ടായിട്ടുള്ളൂ, പക്ഷെ അവിടുത്തെ പ്രകൃതി, അതായത് ആ ഒരു ഭംഗി കാണാൻ ഭയങ്കര രസമായിരുന്നു. നല്ല രസമാണ് കേട്ടോ. ഫാമിലി ആയിട്ടായാലും കപ്പിൾസ് ആയിട്ടായാലും പ്രൈവസി ആഗ്രഹിക്കുന്നതൊക്കെ അടിപൊളി പ്ലേസ് ആണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് കേട്ടോ വ്ളോഗ് ചെയ്തത്. അല്ലെങ്കിൽ ഞാൻ എവിടെ പോകുന്നുണ്ടെങ്കിലും വ്ളോഗ് ചെയ്യാറുണ്ട്. ഇപ്പം മനസ്സിലാകുന്നുണ്ടാവും, നല്ല രീതിയിൽ കുലുങ്ങുന്നുണ്ട് ഗൈസ് ഈ ഒരു ജീപ്പ്. പക്ഷേ ഈ ജീപ്പിലൊക്കെ ഒരു ഫാമിലി ആയിട്ട് ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ഭയങ്കര ത്രില്ലായിരിക്കും അല്ലേ. വീട്ടിൽ തന്നെ ചടഞ്ഞുകൂടി ഇരിക്കുന്നതിലും ബെറ്റർ അല്ലേ. ഇപ്പോൾ നോക്കിയിട്ട് ഈ ക്യാമറ എത്രമാത്രം റിസ്ക്കിലായി വീഡിയോ എടുക്കുമെന്ന് അറിയും. ഒന്ന് ജസ്റ്റ് തെറിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും പോവുകയും ചെയ്യും, അതായത് ക്യാമറ അടക്കം പോകും. അപ്പോൾ ഞാൻ അത്രയും റിസ്ക് എടുത്തിട്ടാണ് ഈ വീഡിയോ. കാരണം നമ്മുടെ ലൈഫിൽ നമ്മൾ ഇതുവരെ പോകാത്ത സ്ഥലങ്ങളെല്ലാം ഒപ്പിയെടുത്ത് ക്യാമറയിൽ പകർത്തി ചാനലിൽ ഇടുമ്പോൾ എന്തെങ്കിലും കാണുമ്പോൾ അതിലൊരു സന്തോഷം ഉണ്ടാവും. അല്ലാണ്ട് ഒരു യൂട്യൂബ് വരുമാനം എന്ന് മാത്രം രീതിയിലല്ല കേട്ടോ വീഡിയോ ഇടുന്നത്. നല്ല രീതിയിൽ ഒരു ഓർമ്മകളും ഒക്കെ എൻ്റെ ചാനലിൽ വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എവിടെ പോയാലും ഞാനിവിടെ ചാനലിൽ വീഡിയോ ഇടും. അപ്പോൾ എന്തായാലും സപ്പോർട്ട് എന്തായാലും വേണം. ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അത്രയൊക്കെ മതി. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ നമ്മൾ യഥാർത്ഥ ആ ഒരു എന്താ പറയുക, അതായത് കുറച്ച് നടക്കാനുണ്ട്, കുറച്ചധികം നടക്കാനുണ്ട്. ഇപ്പോൾ നമ്മൾ വെള്ളച്ചാട്ടത്തിലേക്കാവുന്നു പോകുന്നത്. അപ്പോൾ അത് കുറച്ചേ ഉള്ളൂ. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് നടക്കാനുള്ള എന്താ പറയുക കുറച്ച് ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ നല്ല എന്താ പറയുക അവിടെ കമ്പിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. വലിയ റിസ്ക് ഒന്നുമില്ല കേട്ടോ. എന്നാലും കുഴപ്പമില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ ഇഷ്ടപ്പെട്ടു. എക്സൈറ്റ്മെൻറ്റ് മാറുന്നില്ല ഗൈസ്. എത്രയോ കാലം കൂടി പറയുന്നുണ്ട് എനിക്കിങ്ങനെ പോകണം. അപ്പോൾ സമയമെത്തി. അപ്പോൾ അങ്ങനെ വന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും, അത്ര വലിയ ആൾക്കാരൊന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ പോകുമ്പോൾ സീസൺ ടൈം ആയിട്ടും ആൾക്കാരുണ്ടായിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ അധികം വെള്ളമൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. എന്നാലും വെള്ളച്ചാട്ടം അവിടെ ഉണ്ട്. എന്നാലും നമ്മളിപ്പോൾ മഴക്കാലത്ത് ഒരു മഴ തുടങ്ങിയ സീസണിലൊക്കെ ആണെങ്കിൽ ഭയങ്കര നമുക്കറിയാലോ. അപ്പോൾ ഇപ്പോൾ കുറച്ച് വേനൽക്കാലമാണല്ലോ. അപ്പോൾ അതിൻ്റെതായ ഇതായിരിക്കും ഈ സ്ഥലത്ത് ആൾക്കാർ അത്ര കുറവ്. പക്ഷെ നമ്മൾ ട്രിപ്പ് അടിക്കണം എന്നുള്ള ലെവലായതുകൊണ്ട് ആ വൈബിൽ വന്നതാണ്. എന്തായാലും അവിടെ വെള്ളച്ചാട്ടം ഉണ്ട്, നമുക്ക് ആസ്വദിക്കാൻ പറ്റിയ വെള്ളമുണ്ട്, കളിക്കാൻ പറ്റിയ വെള്ളമുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ചില്ലാകാലോ. ഇനി നിങ്ങൾക്ക്
എത്ര വലിയ ടെൻഷൻ ഉണ്ടെങ്കിലും എത്ര വലിയ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് കൂളാകാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ പ്ലേസ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും ഗൈസ്. ഇങ്ങനെ നമ്മൾ ആ മനസ്സിൽ ടെൻഷനും വെച്ചിരിക്കാതെ ഇതുപോലത്തെ പ്ലേസിലൊക്കെ പോയി ജസ്റ്റ് ഒന്ന് ചില്ലാകാം. അങ്ങനെ എനിക്ക് ടെൻഷൻ ഉണ്ടായിട്ട് വന്നതൊന്നുമല്ല, ഞാൻ ജസ്റ്റ് ഹസ്ബൻഡ് ഉള്ളപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്ക് കറങ്ങാമെന്നുള്ള രീതിയിൽ വന്നതാണ്. മോനുമായിട്ട് ആദ്യമായിട്ടാണ് തോന്നുന്നത് ഇതുപോലത്തെ കുറച്ച് ലോങ് ആയി ചടിക്കുന്നത്. നമ്മൾ കണ്ണൂരിൽ നിന്ന് കുറച്ച് ഒരു 3-4 മണിക്കൂറത്തെ ദൂരമുണ്ട്. എന്നാലും ഇതൊരു വലിയ ട്രിപ്പായിട്ട് തന്നെയാണ് കൂട്ടുക. അതായത് നമ്മൾ സ്റ്റേ ഒന്നും ചെയ്യുന്നില്ല, പോയിട്ട് തിരിച്ചു വരും. ഒന്ന് ജസ്റ്റ് വെള്ളച്ചാട്ടം അവിടെ വന്ന് ജസ്റ്റ് ഒന്ന് കുളിച്ച് ഫ്രഷായി അവിടുത്തെ പ്രകൃതി ഭംഗിയെല്ലാം ആസ്വദിച്ച് ഫുഡൊക്കെ കഴിച്ച് മടങ്ങാം. ഇത് എന്ന് പറഞ്ഞാൽ ബോയ്സ് സെക്ഷൻ, അതായത് ജെൻസ് സെക്ഷനുള്ള ഒരു വെള്ളച്ചാട്ടമാണ്. അവിടെ കുറച്ച് ആഴവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടെ അലൗഡ് അല്ല, നമ്മളവിടെ നോക്കി നിന്നു. ഇനി നമുക്ക് അലൗഡായ സ്ഥലത്തേക്കാണ് ഗൈസ് നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത്. അടിപൊളിയായിട്ടാണ്, നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ല. പക്ഷേ റിസ്ക്കാണ്, നടക്കാനൊക്കെ റിസ്ക്കാണ്. അവിടെ ഇങ്ങനെ കമ്പിയൊക്കെ വെച്ചുകൊണ്ട് മോനെ എടുത്തിട്ട് നടക്കാൻ വേണ്ടിയിട്ട് എനിക്ക് എളുപ്പമായി. ഇല്ലെങ്കിൽ ആ ഒരു സ്റ്റെപ്പിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ജസ്റ്റ് നമുക്ക് ഒരു കയറ്റത്തുനിന്ന് ഇറക്കത്തിലേക്ക് വരുമ്പോൾ ഒരു വറ വരുമല്ലേ, അതൊക്കെ വരുമായിരുന്നു. പക്ഷേ ആ കമ്പിയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് അവർ ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ നമുക്ക് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ കുട്ടികളൊക്കെ എടുത്തിട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ അത്ര വലിയ റിസ്ക് ഒന്നുമല്ല, നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റിയ സ്ഥലമാണ്. അപ്പോൾ നമ്മളിനിയിപ്പോൾ കോമൺ ആയിട്ടുള്ള ഒരു എന്താ പറയുക സെക്ഷനിലാണ് പോകുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചതെന്ന് വെച്ചാൽ ജെൻസിന് മാത്രം, അത് കുറച്ച് റിസ്ക്കാണ്. അതുകൊണ്ടാണ് എല്ലാവരും എന്താ പറയുക എല്ലാവർക്കും അത് അലൗഡ് അല്ലാത്തത്, അതായത് ഫാമിലി ആയിട്ടൊന്നും അലൗഡ് അല്ലാത്തത്. ഇതിപ്പം നമ്മൾ എന്താ പറയുക എന്തായാലും വെള്ളത്തിൽ കീഴുന്നതല്ലേ, ഇനിയിപ്പോൾ എത്ര ആഴുണ്ടെങ്കിലും ആഴില്ലെങ്കിലും ഈ ജാക്കറ്റൊക്കെ എന്തായാലും ഇട്ട് തരും. ഇവിടെ എന്ന് പറഞ്ഞാൽ നല്ല റിസ്ക് ഒന്നും ഇല്ല, എന്നാലും കുറച്ച് ആഴൊക്കെ ഉണ്ട്. എന്നാലും നമുക്ക് ജാക്കറ്റ് ഇട്ടിട്ട് കുറച്ച് അങ്ങോട്ട് മൂവ് ചെയ്തിട്ട് നമുക്ക് ആ വെള്ളച്ചാട്ടത്തിൻ്റെ സൈഡിലൊക്കെ പോകാം. നമുക്ക് ശരിക്കും ഈ ഒരു വെള്ളച്ചാട്ടം എന്താ പറയുക അറിയണമെങ്കിൽ അവിടെ പോയിട്ട് ഇങ്ങനെ ഷവർ പോലെ നിൽക്കണമെങ്കിൽ അവിടെ പോകാൻ വേണ്ടിയിട്ട് എന്തായാലും നീന്തം, അല്ലെങ്കിൽ ഇപ്പം എത്ര ലൈഫ് ജാക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് നീന്തം എന്ന് പറഞ്ഞാൽ സാധനം അറിയില്ല. ഒരിക്കൽ വെള്ളത്തിലിട്ട് മുക്കിയതിന് ശേഷം ഞാൻ പിന്നെ ഈ ഒരു ഭാഗത്തേക്കേ പോയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അവിടെ നിൽക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതിങ്ങനെ വരുമ്പോൾ നമ്മളിങ്ങനെ ഷവർ ചെയ്ത് നമുക്കിങ്ങനെ തലക്കൊള്ളുന്നില്ല, അതുപോലെ നിൽക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. എന്താ ചെയ്യാനറിയില്ല, കാരണം ഹസ്ബൻഡിൻ്റെ കയ്യിൽ നമ്മളെ സാവി മോനുണ്ട്. അപ്പോൾ മോനെ വേറെ ആരടുത്ത് നിൽക്കുന്നില്ല, ഓനാക്ക് വെള്ളം കണ്ടിട്ടുള്ള എക്സൈറ്റ്മെൻറ്റിലാണ്. ഓൻ ഇതുവരെ ഇതുപോലെ വെള്ളച്ചാട്ടത്തിലൊന്നും നമ്മൾ കൊണ്ടുപോയിട്ടില്ല. ആൾക്ക് വെള്ളം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്, കടലായാലും എന്തായാലും നല്ല രീതിയിൽ അവനും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പണ്ടാരോ പറഞ്ഞത് ചുമ്മാ വെള്ളത്തിൽ നിന്ന് 2 കാലും 2 കൈയും ഇട്ടടിച്ചാൽ നമ്മളങ്ങ് നീങ്ങുവാണേ. നീന്തറിഞ്ഞിട്ടൊന്നുമല്ല, ഞാൻ ജസ്റ്റ് 2 കാലും 2 കൈയും ഇട്ടടിച്ച്. എനിക്ക് ഇതിപ്പോൾ ജാക്കറ്റുള്ളതുകൊണ്ട് ധൈര്യത്തിൽ നീന്തുന്ന പോലെ തോന്നും. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇവിടുന്ന് അതായത് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് അപ്പുറത്തെ സൈഡിലേക്ക് മൂവ് ചെയ്യണം. പിന്നെ ആ വെള്ളച്ചാട്ടം ഒന്ന് ജസ്റ്റ് അവിടെ എനിക്ക് പോകണം. എന്തായാലും ഇത്ര എത്തിയിട്ട് അവിടെ പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമമാകും. അതുകൊണ്ട് ഞാൻ 2 കാലും 2 കൈയിട്ടടിച്ച് നീന്തിയ പോലെ പോയി ഗൈസ്. സത്യം പറഞ്ഞാൽ നീന്താൻ അറിയില്ല, ഒട്ടും അറിയില്ല, പഠിക്കാത്ത ഒരാളാണ്. എന്നാലും ലൈഫ് ജാക്കറ്റുള്ള ധൈര്യത്തിൽ ഞാൻ 2 കാലും 2 കൈയിട്ടടിച്ച് ഇത്രയൊക്കെ ഉള്ളൂ അല്ലേ നീന്തെന്ന് വെച്ചു. അപ്പോൾ അവിടെ നിന്ന് എല്ലാവരും ചോദിച്ചു എനിക്ക് നീന്താൻ അറിയും. സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല, പക്ഷേ എൻ്റെ ഒരു ലക്ഷ്യം എനിക്കത് ആ ഷവറിങ് ആ ഒരു സംഭവം കൊള്ളണം, ആ ഒരു ഇത് കൊള്ളണം എന്നുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ മൂവ് ചെയ്തു. എനിക്കങ്ങനെ കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തു ഗൈസ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നനഞ്ഞ് എന്താ പറയുക നനഞ്ഞ കോഴികളെ പോലെ നമ്മൾ നെക്സ്റ്റ് സ്ഥലത്തേക്ക് പോകാൻ തുടങ്ങി. നെക്സ്റ്റ് സ്ഥലം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, ഇതിൻ്റെ കണ്ടിന്യൂസ് ആണ്. കാരണം കുറച്ച് നല്ല രീതിയിൽ നടക്കാണ്. നമ്മൾ വന്നില്ലേ ജീപ്പിൽ വന്ന അതേ രീതിയിൽ ഇത് താഴേക്ക് നമ്മളിങ്ങനെ ഇറങ്ങണം. നമ്മൾ കയറ്റത്തോടു കൂടി വന്നു, ഇനി ഇറക്കത്തോടു കൂടി ഇറങ്ങി സത്യം പറഞ്ഞാൽ ഇതിങ്ങനെ ഇറങ്ങി അവിടുത്തെ പ്രകൃതിയും കാര്യങ്ങളും മരവും കാടും പുഴയും ഇതൊക്കെ ആസ്വദിച്ച് നടക്കുക. അതുതന്നെയാണ് ഇവിടുത്തെ ഇത്. അതിലെടുക്കുക വെള്ളച്ചാട്ടത്തിൽ പോയിട്ട് കളിക്കുക, അതന്നെ ഇതാണ് മെയിൻ ഏരക്കുണ്ട് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നതും. അപ്പോൾ നിങ്ങൾക്ക് ഫാമിലി ആയിട്ടും
കപ്പിൾസായിട്ടും ഫ്രണ്ട്സായിട്ടും അടിപൊളിയായിട്ട് ചില്ല് ചെയ്യാൻ വേണ്ടി പറ്റിയ സ്ഥലമാണ്. കുറച്ച് എന്താ പറയുക, മഴയൊക്കെ കുറച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ കുറച്ചുകൂടി അധികം വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ വീഡിയോ ഇത്ര കുറച്ച് ലെങ്ത് ആകാൻ കാരണം തന്നെ നമ്മൾ ഈ നടക്കുന്ന ഈ ദൂരം ഞാൻ എടുക്കാൻ തന്നിട്ടാണ്. ഇതൊന്നല്ല, ഒരുപാട് എടുത്തിനും കട്ട് ചെയ്ത് വെറുതെ ലാഗ് ചെയ്യണമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് നടക്കാനുണ്ട്, കുറച്ച് അധിക ദൂരം നടക്കാനുണ്ട്. വലിയ എന്താ പറയുക നമുക്ക് അത്ര ക്ഷീണമൊന്നും അറിയില്ല. കാരണം എന്ന് വെച്ചാൽ പ്രകൃതി ഭംഗി ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ ഒരിക്കലും ക്ഷീണം അറിയാൻ പോകുന്നില്ല. മാത്രമല്ല ട്രിപ്പല്ലേ നമ്മൾ വന്നത്, നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പേഴ്സണലി. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്തായാലും. ഞാൻ ഈ ഒരു പ്ലേസ് സജസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ലൊക്കേഷനും എന്താ പറയുക അതിൻ്റെ എവിടെയാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നതെന്നല്ല ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ ആഗ്രഹം ഏതായാലും നടന്നു. നിങ്ങൾക്ക് ഇതുപോലത്തെ നല്ല നല്ല ആഗ്രഹങ്ങളുണ്ടെങ്കിൽ വേഗം തന്നെ തീർക്കുക ഗൈസ്. അപ്പോൾ നമ്മൾ കുറച്ച് നടന്നു. ശരിക്കും പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് എൻ്റെ മുഖത്ത് കാണുന്ന ആ ഒരു തെളിച്ചില്ലേ, ഗ്ലോ, സത്യം പറഞ്ഞാൽ ബാസന്തിയില്ലേ നമ്മളെ എന്നത് പറക്കം തെളിക്കല ബാസന്തി എന്താ പറയുക, വെള്ളത്തിൽ കഴിഞ്ഞിട്ട് വെളുത്ത പോലെ എനിക്ക് സത്യം പേഴ്സണലി എനിക്ക് തോന്നിയതാണ്. അപ്പോൾ ആ വെള്ളത്തിൽ കഴിഞ്ഞതിൻ്റെ കുറച്ച് നമ്മളെ മുഖം ഇങ്ങനെ കുറച്ച് ഇതായിട്ടുണ്ടാകാം, മേ ബി പുതിർന്നതായിരിക്കാം. എന്തായാലും ആ വെള്ളത്തിൽ കഴിഞ്ഞിട്ട് ഞാൻ പുറത്ത് വന്നതിന് ശേഷം എവിടെയും പോയിട്ട് ഫേസ് പാക്കൊന്നും ചെയ്തിട്ട് കിട്ടാത്ത ഒരു ഗ്ലോ എൻ്റെ മുഖത്ത് കണ്ടു ഗൈസ്. അപ്പം ഞാൻ ചോദിച്ചു, ഞാൻ വെളുത്തല്ലേ? ഹസ്ബൻഡോട് ചോദിക്കുന്നുണ്ടായിരുന്നു, ഞാൻ വെളുത്തല്ലേ? ശരിക്കും നല്ല ഗ്ലോ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇത് തള്ളിയതല്ല, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ സൺസ്ക്രീനും ഉള്ള എല്ലാം ഞാൻ ക്രീമെല്ലാം പരട്ടിയിട്ടാട്ടോ വന്നത്. പക്ഷേ എന്തായാലും വെള്ളത്തിൽ കീഴല്ലോ. 12 മണി 2 മണിക്ക് ആയിരുന്നു വെള്ളത്തിൽ ഇങ്ങോട്ട് നമ്മൾ ഇറങ്ങി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും വെയിലൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ടും ഇത്ര ഗ്ലോ കിട്ടണമെങ്കിൽ അതൊരു നാച്ചുറൽ കണ്ടിട്ട് നമ്മളെ ദേഹത്ത് വന്നത് കൊണ്ടാണ് ഗൈസ്. അപ്പോൾ പരമാവധി നമ്മൾ നാച്ചുറലായിട്ട് ജീവിച്ചാൽ നമ്മൾ ഗ്ലോ ആകും. ഒരു ഫേസ് പാക്കിൻ്റെയും ഒരു ക്രീമിൻ്റെയും ഒരു നൈറ്റ് ക്രീമിൻ്റെയും ആവശ്യമില്ല ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നാൽ. കാരണം ഞാൻ പൊക്കി പറയുന്നില്ല ഗൈസ്, SP ആകുന്നതല്ല, സ്വയം പൊക്കി ആകുന്നതുമല്ല. പക്ഷെ എനിക്ക് എൻ്റെ മുഖത്ത് വന്ന ആ ഒരു മാറ്റമാണ്. പിന്നെ വീട്ടിൽ നിന്ന് പിന്നെ പോകുമല്ലോ, വീട്ടിൽ നിന്ന് എത്തിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം പോയിന്. എന്നാലും നല്ലൊരു ഗ്ലോ ഉണ്ടായിരുന്നു, അതന്നെ വലിയ കാര്യം. അങ്ങനെ നമ്മൾ നടന്ന് കുറേ അധികം നടക്കാനുണ്ട്. പക്ഷെ ഒരു ബോറടിയുമില്ല. പിന്നെ മോനുള്ളതുകൊണ്ട് എന്താ പറയുക, അപ്പുറം ഇപ്പുറം നമ്മൾ കൈമാറി എടുത്ത് നമ്മൾ നടന്നത്. അപ്പോൾ അതിൻ്റെതായ ഒരു പ്രശ്നമുണ്ട്, വേറെ ഒരു പ്രശ്നമില്ല കേട്ടോ. എന്താ പറയുക, കപ്പിൾസ് വൈസ് നിങ്ങളിപ്പോൾ എന്താ പറയുക കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു പുതുമോടിയാണെങ്കിൽ പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ വലിയ ബഡ്ജറ്റൊന്നും വേണ്ട. അവിടെ പോയി ഒരു എന്താ പറയുക ഒരു ചെറിയ ബഡ്ജറ്റ് മാത്രമേ ആകൂ. വലിയ അവിടെ സ്റ്റേയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, ജസ്റ്റ് ഒരു ചില്ലപ്പാകാൻ പോവാം. അപ്പോൾ നമ്മൾ എല്ലാം കവർ ചെയ്ത് നമ്മൾ ശരിക്കും റിട്ടേൺ സ്ഥലത്തേക്ക് എത്തി. ഇനി നമുക്കൊന്ന് ഫ്രഷ് ആകുക മീൻസ് നമ്മൾ ഫ്രഷായി ഓൾറെഡി കുളിച്ചു. പിന്നെ ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്യണം, ഈ നനഞ്ഞ ഡ്രസ്സൊക്കെ മാറ്റണം. അതാണ് അങ്ങനെ അവിടെ എൻഡിലെത്തിയ സ്ഥലത്തുനിന്ന് നമ്മൾ അവിടെ വീണ്ടും വെള്ളം കണ്ടു. അവിടെ നിന്ന് ഞാൻ വേഗം വെള്ളത്തേക്ക് ഒന്നുകൂടെ അവിടെ പോയിട്ട് വെള്ളം ചവിട്ടി. അതായത് ഓൾറെഡി എല്ലാം നമ്മൾ അവിടെ നിന്ന് ഉണങ്ങിയതായിരുന്നു, ഡ്രസ്സൊക്കെ ഉണങ്ങിയതായിരുന്നു. വീണ്ടും അവിടെ പോയിട്ട് വെള്ളത്തിൽ കളിച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്ത് ചളാക്കി ഗൈസ്. പിന്നെന്ന് പറഞ്ഞാൽ ഇന്നും ഗ്ലോ കിട്ടട്ടെ എന്ന് വെച്ചിട്ട് അവിടെ നിന്ന് നല്ല രീതിയിൽ മുഖം കഴുകി ഗൈസ്. എന്താ ചെയ്യുക അല്ലേ, ശരിക്കും പറഞ്ഞാൽ നല്ല ഗ്ലോ ഉണ്ടായിരുന്നു. ഒന്നുകൂടി ഗ്ലോ ആവട്ടെ എന്ന് വെച്ചിട്ട് തന്നെയാണ്. ഇനി ഇങ്ങോട്ട് വരുമൊന്നുമില്ലല്ലോ ഇപ്പോഴേ. സോ അങ്ങനെ നല്ല രീതിയിൽ ഒന്നുകൂടെ ഞാൻ മുഖമൊക്കെ കഴുകി ഫ്രഷായി. അങ്ങനെ നമ്മുടെ ട്രിപ്പ് ഇവിടെ അവസാനിച്ചിട്ടില്ല. നമുക്ക് ഇനിയും കുറച്ച് സ്ഥലത്തൊക്കെ പോകാനുണ്ട്. പക്ഷെ അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല. നിങ്ങൾക്ക് ഈ വെള്ളത്തിൻ്റെ ക്ലാരിറ്റി കണ്ടാൽ മനസ്സിലാവും, അത്ര നാച്ചുറലാണ്. അപ്പോൾ ഈ വെള്ളത്തിൽ കുളിച്ച് ആരായാലും ഗൈസ് ഗ്ലോ ആകും. ഞാനും അങ്ങനെയായി, എനിക്കങ്ങനെ തോന്നുന്നു. നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ ഗൈസ്. എനിക്ക് ഒട്ടും മതിയായിട്ടില്ല. നമുക്ക് വീണ്ടും വരാൻ വേണ്ടി പറ്റുന്ന ഒരു സ്ഥലം തോന്നും. അത് നമുക്ക് ലാസ്റ്റ് എത്തുമ്പോൾ മനസ്സിലാവും. അതുകൊണ്ടാണ് വീണ്ടും ലാസ്റ്റ് എൻഡിലെത്തിയിട്ടും ഒരു ചെറിയ വെള്ളം കണ്ടിട്ട് ഞാൻ അവിടെ നിന്നും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തത്. നമുക്ക് ഒട്ടും മതിയായിട്ടില്ല. അപ്പോൾ ട്രിപ്പ് ഇവിടെ അവസാനിക്കുന്നില്ല. നമുക്ക് അടുത്ത ട്രാവൽ വ്ളോഗിൽ കാണാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.